ലെഗിന് വർക്കൗട്ട് ചെയ്യുന്നത് നമ്മളെല്ലാവരും കാഫ് മസിൽസിനെ ട്രെയിൻ ചെയ്യേണ്ടത് സമ്മതിച്ചു. എന്നാലും ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ബൈസെപ്സിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്, അതിന് നേരെ ഓപ്പോസിറ്റ് ട്രൈസെപ്സിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ചെസ്റ്റിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്, അതിന് നേരെ ഓപ്പോസിറ്റ് ബാക്കിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഹാംസ്ട്രിങ്സിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്, അതിന് നേരെ ഓപ്പോസിറ്റ് കോഴ്സിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. പക്ഷേ കാഫിന് വർക്കൗട്ട് ചെയ്യണ ദിവസം നമ്മൾ ഗാസ്ട്രോക്നീമിയസിനും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, സോളിയസിനും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മസിലായിട്ടുള്ള ടിബിയാലിസ് ആൻറ്റീരിയറിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യലുണ്ടോ? മിക്ക ആൾക്കാരും വർക്കൗട്ട് ചെയ്യലില്ല. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടിബിയാലിസ് ആൻറ്റീരിയർ കാണാൻ വലിയ ചൊറുക്കൊന്നുമില്ല. രണ്ടാമത്തത് നമുക്ക് മസിൽസിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഒന്ന് കാഫ് മസിൽസിനെ നമുക്ക് 3 പാർട്ടായിട്ട് തിരിക്കാം. ഒന്ന് ഗാസ്ട്രോക്നീമിയസ്, 2 സോളിയസ്, 3 ടിബിയാലിസ് ആൻറ്റീരിയർ. ഈ ഗാസ്ട്രോക്നീമിയസിൻ്റെയും സോളിയസിൻ്റെയും ഫംഗ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആംഗിളിൻ്റെ പ്ലാന്റർ ഫ്ലെക്ഷനാണ്. പ്ലാന്റർ ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോ താഴോക്ക് പോയിൻ്റ് ചെയ്യണം. ആ ഒരു മൂവ്മെൻറ്റിനെ നമ്മൾ എന്ത് പറയാം? പ്ലാന്റർ ഫ്ലെക്ഷൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റ്സ്, അതുപോലെ ജമ്പിങ്, വാക്കിങ്, റണ്ണിങ്, ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ മസിൽസാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മസിലാണ് ടിബിയാലിസ് ആൻറ്റീരിയർ. ടിബിയാലിസ് ആൻറ്റീരിയറിൻ്റെ ഫംഗ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആംഗിളിൻ്റെ ഡോർസി ഫ്ലെക്ഷനാണ്. ഡോർസി ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോ മുകളിലേക്ക് പൊക്കണം. ആ ഒരു മൂവ്മെൻറ്റിനെ നമ്മൾ എന്ത് പറയാം? ഡോർസി ഫ്ലെക്ഷൻ എന്ന് പറയാം. അപ്പോൾ ടിബിയാലിസ് ആൻറ്റീരിയർ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കുറച്ച് വർക്കൗട്ട്സിൻ്റെ വീഡിയോ ഞാനതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക, നമ്മൾ വർക്കൗട്ട് പ്ലാനിൽ ഉൾപ്പെടുത്താം. ഓക്കെ.